ഇത് മാസ് മോട്ടോഴ്സിന്നാണ്, നമ്മുടെ ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി. അതിൻ്റെ ഇൻഡിക്കേറ്റർ ബാക്ക് സൈഡ് ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ നമ്മളത് മാറ്റി പുതിയത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഫ്ലാഷറിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഫ്ലാഷ് സ്വിച്ച് ലൂസ് കോൺടാക്റ്റ് പോലെ ഉണ്ടായിരുന്നു, അപ്പോൾ അത് അഴിച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മീറ്ററിനകത്ത് വന്ന ബ്ലൂ ബൾബ് ഉണ്ടല്ലോ, മറ്റേ ഹൈ ബീമിൻ്റെ, അതും പാസലൈറ്റ് അടിക്കുമ്പോഴും തെളിയുന്ന ബൾബാണത്. അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്നാണ് കംപ്ലയിൻറ്റ് വന്നത്. അത് ഡിസ്പ്ലേയുടെ ബൾബാണ് പോയത് ഉള്ളിൽ നിന്ന്. അത് നമുക്ക് പുറമേ നിന്ന് അയച്ചൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അത് ഓൾറെഡി നമുക്ക് അവൈലബിൾ അല്ല, കാരണം അത് ആ മീറ്റർ മെക്കാനിസം ഫുൾ സെറ്റായിട്ടാണ് വരുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ലൈനിൻ്റെ പ്രശ്നമല്ല, ലൈൻ ഓക്കെയാണ്, ഇതിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ പ്രോബ്ലം വന്നത്. അത് വളരെ സെൻസിറ്റീവായിട്ടുള്ള ചെറിയ ഒരു LED പോലത്തെ റേറ്റാണ് അതിൻ്റെ ഉള്ളിൽ വരിക. അത് ആ ബോർഡുമ്മ ഇമ്പിൾഡാണ്, അപ്പോൾ നമുക്ക് പുറമേ നിന്നൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ് അത് കേട്ടോ. അപ്പോൾ അത് തൽക്കാലം നമ്മൾ സ്കിപ്പ് ചെയ്യുന്നുണ്ട്, കാരണം അത് മീറ്റർ മെക്കാനിസം ആ ഫുൾ യൂണിറ്റായിട്ട് മാറ്റിയാലാണ് അത് റെഡിയാവും. പിന്നെ ഈ ഫ്രണ്ടിലത്തെ മൺകാടിൻ്റെ ഉള്ളിൽ ചെറിയൊരു പൊട്ടലുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ആ ചെറിയ ജർക്കിങ് കാണിക്കണത്. അപ്പോൾ ഞാൻ ആ ഒരു ലെഗ് പോലെ നിന്ന ഭാഗം ചെറുതായിട്ട് നടത്തി കളഞ്ഞിട്ടാണ് അത് ക്ലിയർ ചെയ്തിട്ടാണ് കേട്ടോ, ആ സൗണ്ട് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മെയിനായിട്ട് ഇതൊക്കെയാണ് പറഞ്ഞേക്കണ വർക്കുകൾ. പിന്നെ മോർണിംഗിൽ വണ്ടി എടുക്കുന്ന സമയത്ത് ഒരു മിസ്സിങ്ങിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ജസ്റ്റ് ഒന്ന് ടൂണിങ്ങിൽ വേരിയേഷൻ വരുത്തിയിട്ടുണ്ട്. വേറെ ഒന്നും നോക്കാതെ പുറമേ നിന്ന് ചെയ്യാൻ പറ്റില്ല കേട്ടോ. പ്രത്യക്ഷത്തിൽ വേറെ പ്രോബ്ലമായിട്ട് തോന്നണില്ല, അതാണ് ആ ഗിയറിലിട്ട് എടുക്കുമ്പോൾ കംപ്ലീറ്റ് പറഞ്ഞേക്കണത് അതിൻ്റെയാണ്. അപ്പോൾ അത് ബാക്കിയത്തെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബില്ല് ഡീറ്റെയിൽസ് കൂടെ നയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്തു.